അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ഇ.ഡി. പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ടുപേരുടെ വീടുകളിൽ ഇ.ഡി. പരിശോധന നടത്തിയത്. പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയുടെയും കൊല്ലം സ്വദേശി സുധീറിന്റെയും വീടുകളിലാണ് ഇ.ഡി. പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും രേഖകളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇ.ഡി. നടപടി. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവയവദാനത്തിന്റെ മറവിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിരുന്നു പരിശോധന. ഇതേസമയം അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് 5ഇടത്താണ് ഇ.ഡി. റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികൾ, കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രികൾ എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ നിർണായക നീക്കം. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടത്. പരിശോധന നടക്കുന്ന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് വിശ്വസിക്കപ്പെടുന്ന നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയിട്ടുണ്ടെന്ന് ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി കുറഞ്ഞ തുക നൽകിയാണ് ഇവരുടെ അവയവങ്ങൾ സംഘം കൈക്കലാക്കിയിരുന്നത്. ഇതേ അവയവങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ വാങ്ങി മറിച്ച് വിറ്റു. അവയവദാനത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ മറികടക്കാൻ ജനപ്രതിനിധികൾ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും ഇവർ നിർമ്മിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.